ഇപ്പോൾ കിട്ടിയ മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് കടൽക്ഷോഭം രൂക്ഷം. വലിയതുറ, പൊഴിയൂർ, കോവളം മേഖലകളിലാണ് സ്ഥിതി രൂക്ഷമായിരിക്കുന്നത്. 50ഓളം വീടുകളിൽ വെള്ളം കയറി. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരനുണ്ട്. വിഷ്ണു, എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു കടൽക്ഷോഭം എപ്പോൾ മുതലാണ് തുടങ്ങിയത്? എന്താണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ? മറ്റ് അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഒപ്പം അറിയേണ്ട മറ്റൊരു വസ്തുത, വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അവരെയൊക്കെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടോ? തിരുവനന്തപുരത്ത് ഇപ്പോൾ കടൽക്ഷോഭം ഉണ്ടായെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. വലിയ രീതിയിലുള്ള കടൽ തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. പൂവാറ്, പൂന്തുറ, വലിയതുറ, പൊഴിയൂർ, കോവളം മേഖലകളിലാണ് സ്ഥിതി രൂക്ഷമായി തുടരുന്നത്. 50ഓളം വീടുകളിലാണ്, മുഴുവൻ ഭാഗങ്ങളിലായി 50ഓളം വീടുകളിൽ വെള്ളം കയറിയതായാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പലയിടത്തും വീടുകൾ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഏതായാലും നിലവിൽ വലിയ പ്രശ്നങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും സാധ്യതയില്ല. ഏതായാലും റോഡിലടക്കം വെള്ളം കയറിയ സാഹചര്യമുണ്ട്. ചിലയിടങ്ങളിൽ മത്സ്യബന്ധനത്തിനായി കൂട്ടിയിട്ടിരിക്കുന്ന വള്ളങ്ങൾ ചെറിയ കേടുപാടുകൾ സംഭവിച്ചതായും റിപ്പോർട്ടുണ്ട്. ഏതായാലും മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ഉണ്ടാകുന്ന സാധാരണ പ്രതിഭാസം തന്നെയാണ് കടൽത്തിര വർദ്ധിച്ചു കയറുന്ന ഒരു സാഹചര്യം. അതുകൊണ്ട് ഭയപ്പെടാനൊന്നും ഇല്ലെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്നാലും ഈ കടൽക്ഷോഭത്തെക്കുറിച്ച് തന്നെ ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം നേരത്തെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കടൽക്ഷോഭം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഈ മേഖലകളിലെല്ലാം അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെയും ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. വീടുകളിലുള്ളിലേക്കൊക്കെ വെള്ളം നിരമ്പി വന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും നിലവിൽ ഒരു തരത്തിലുള്ള അപകടവും ഉണ്ടായിട്ടില്ല. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. വിദ്യ. വിഷ്ണു, തിരുവനന്തപുരത്ത് കടൽക്ഷോഭം ഉണ്ടായിരിക്കുന്നു. വലിയതുറ, പൊഴിയൂർ, കോവളം മേഖലകളിലാണ് സ്ഥിതി രൂക്ഷമായിരിക്കുന്നത്. 50ഓളം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഈ പ്രദേശത്തുള്ളവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. വിവരങ്ങളുമായി ചേർന്നത് വിഷ്ണു കരുണാകരനാണ്.